പ്രിയമുള്ളവരെ, ഈ പീഡാനുഭവ വാര ധ്യാനത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ധ്യാന ദിവസം നമുക്കറിയാം, പീഡാനുഭവ വാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളിലേക്കുള്ള പ്രവേശികയായ പെസഹ വ്യാഴത്തിലാണ് ഈ ധ്യാനത്തിൻ്റെ 4-ാം ദിവസത്തിൽ നാം എത്തി നിൽക്കുക. പെസഹ വ്യാഴം എന്ന് പറയുന്നത് വളരെ ഹൃദ്യമായ ഒരു ആധ്യാത്മിക അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്നു. വീടുകളിൽ പ്രത്യേകതരം അപ്പമുണ്ടാക്കി അതിനെ ഓർത്ത് കൊച്ചുങ്ങൾ മുതൽ വലിയവർ വരെയും ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുകയും അപ്പം മുറിക്കുന്ന സമയത്ത് ഈശോയുടെ പീഡാനുഭവ ചരിത്രവും പാനയും ഒക്കെ വായിക്കുകയും ചെയ്യുന്ന പതിവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഈ പെസഹ വ്യാഴം എന്നുള്ള ആ ഒരു ദിവ്യമായ ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ ഇംഗ്ലീഷ് പദം മോണ്ടി തേഴ്സ്ഡേ എന്നാണ്. മോണ്ടി എന്നുള്ളത് ലത്തീൻ പദത്തിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ അർത്ഥം ഉടമ്പടി, കൽപ്പന എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈശോ വളരെ സുപ്രധാനമായ 2 കൽപ്പനകൾ നൽകുന്ന ദിനമായതുകൊണ്ടാണ് ഈ വ്യാഴാഴ്ചയ്ക്ക് കൽപ്പനകളുടെ വ്യാഴം എന്ന പേര് വന്നു. മോണ്ടി തേഴ്സ്ഡേ എന്ന പേര് വരാനുള്ള കാരണം അതാണ്. സുപ്രധാനമായ 2 കൽപ്പനകൾ നമുക്കറിയാം. ഒന്ന്, ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് പരിശുദ്ധ കുർബാന ലോകത്തിൻ്റെ അവസാനത്തോളം പരികർമ്മം ചെയ്യാനുള്ള കൽപ്പന. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അതാണ് ഒരു വലിയ കൽപ്പനയാണ്. ആ കൽപ്പനയാണ് പരിശുദ്ധ കുർബാനയായി ഇന്ന് സഭ ആചരിക്കുന്നത് എന്ന് നമുക്കറിയാം. 2ാമത്തെ കൽപ്പന ഈശോ പറഞ്ഞത് ഇതാണ്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്ന് ഈശോ പഠിപ്പിക്കുന്നു. അതൊരു കൽപ്പനയായിട്ടാണ് ഈശോ നൽകുക. നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് അറിയണം എന്ന് ഈശോ നിർബന്ധ ബുദ്ധിയുടെ നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ 2 സുപ്രധാനമായ കൽപ്പന 4-ാം സുവിശേഷത്തിൽ, അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ പരിശുദ്ധ കുർബാനയേക്കാൾ ഉപരി കാല് കഴുകൽ ശുശ്രൂഷയാണ് വിഭാവനം ചെയ്യുന്നത്. അതും കൂടി പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 3 കൽപ്പനകളുണ്ട്. നിങ്ങൾ അപരൻ്റെ പാദങ്ങളോളം താഴുന്ന ശുശ്രൂഷയുടെ മനസ്സുള്ളവരാകണം, പരിശുദ്ധ കുർബാന അർപ്പിക്കണം, പരസ്പരം സ്നേഹിക്കണം. ഈ 3 കൽപ്പനകളെ ചേർത്ത് നിർത്തിയാൽ എനിക്ക് തോന്നുന്നു ഈ പീഡാനുഭവവാരത്തിൻ്റെ മാത്രമല്ല, ഈശോ എന്തിനു വേണ്ടി പാടുപീഡകൾ സഹിച്ചു എന്നുള്ളതിൻ്റെ മുഴുവനും അർത്ഥം നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈശോ കാല് കഴുകുന്നതിൻ്റെ അർത്ഥം നമുക്കറിയാവുന്നതാണ്. സെഹിയോൻ ശാലയിലേക്കുള്ള യാത്രക്കിടയിൽ ശിഷ്യന്മാർ വഴിയിൽ ഉടനീളം തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വചനം പറയുക. കാരണം എന്തിനാ അവർ തർക്കിച്ചത്? തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള തർക്കമാണ്. എന്തിനാ ആ പ്രത്യേക സമയത്ത് അതിനെക്കുറിച്ച് തർക്കിച്ചത് എന്ന് ചോദിച്ചാൽ, തങ്ങളിൽ ചെറിയവൻ ഒരു വലിയ ഉത്തരവാദിത്വം ചെയ്യാനുണ്ട് സെഹിയോൻ ശാലയിൽ ചെല്ലുമ്പോൾ. അതെന്താ? ഗുരുവിൻ്റെ പാദം കഴുകേണ്ടത് അവൻ്റെ പണിയാണ്. അതുകൊണ്ട് 12 പേരും തമ്മിൽ തർക്കിക്കുക. ഞാൻ നിന്നേക്കാളും വലിയവനാണ്, അതുകൊണ്ട് കാല് കഴുകേണ്ട ആൾ ഞാനല്ല, നീയാണ്. അവൻ പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങൾ ആരെയെക്കാളും ശ്രേഷ്ഠനാണ്, ഞാനല്ല കാല് കഴുകേണ്ടത്. എല്ലാവരും കാല് കഴുകാതിരിക്കാൻ, ഗുരുവിൻ്റെ കാല് കഴുകാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് തർക്കിക്കുന്നത്. സെഹിയോൻ ശാലയുടെ പടിവാതിൽക്കലെത്തിയ ഈശോ ഒരു നിമിഷം നിന്നിട്ടുണ്ടാവും, ശിഷ്യരിൽ ആരാണ് തൻ്റെ കാല് കഴുകുന്നത് എന്നറിയാൻ വേണ്ടി.
ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതെ കുതിച്ചു പാഞ്ഞ് സഹിയോൻ ശാലയിലെ ഭക്ഷണമേശയിൽ ഉപവിഷ്ടരാകുമ്പോൾ ഈശോയുടെ മനസ്സ് വേദനിച്ചു. കാരണം താൻ നാളിതുവരെയും തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച സുവിശേഷത്തിൻ്റെ പാഠങ്ങൾ അവർക്കിനിയും മനസ്സിലായില്ലല്ലോ എന്ന ദുഃഖമാണ് ഈശോയെ അപ്രകാരം ഒരു പ്രവൃത്തി ശിഷ്യർക്ക് മുമ്പിൽ പ്രകടമാക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈശോ തീന്മേശയിലിരുന്ന ശിഷ്യരുടെ പക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. കടന്നു ചെന്നിട്ട് അവൻ തൻ്റെ മേലങ്കി മാറ്റിവെച്ച് ഒരു തൂവാലയെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാല് കഴുകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓരോരുത്തരുടെയും കാല് അവൻ കഴുകി തുടച്ച് ചുംബിച്ചു എന്നാണ് പറയുന്നത്. കാല് കഴുകുന്നത് വീടുകളിൽ തന്നെ പലരുടെയും കാലുകൾ പരസ്പരം കഴുകുന്ന പതിവുണ്ടായിരുന്നു. മൂത്തവരുടെ കാല് ഇളയവർ കഴുകുക, അപ്പൻ്റെ കാല് മക്കൾ കഴുകുക, ഭർത്താവിൻ്റെ കാല് ഭാര്യ കഴുകുക തുടങ്ങിയ നടപടിക്രമങ്ങൾ യഹൂദരുടെ ഇടയിൽ സാധാരണമായിരുന്നു. അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. അതേസമയം കാലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതാണ് കാല് കഴുകൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക. ആ കാല് അവർ തന്മാമളിൽ കാല് കൂട്ടി ഒരച്ച് കാല് കഴുകുന്നു. അതാണ് സാധാരണഗതിയിൽ കാല് കഴുകൽ. അടിമകൾ മാത്രമാണ് കാല് ഒരച്ച് കഴുകി അത് തുടച്ച് വൃത്തിയാക്കുന്നത്. അടിമകൾ കാല് കഴുകാൻ സഹായിക്കുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ഈശോ ചെയ്യുന്നത് ഒരു കുടുംബാംഗത്തിൻ്റെ ശുശ്രൂഷയല്ല, ഒരടിമയുടെ ശുശ്രൂഷയാണ്. ഒരു കുടുംബാംഗത്തിൻ്റെ ശുശ്രൂഷ ചെയ്താൽ മതിയായിരുന്നു. ശിഷ്യന്മാർ അവിടെ വാതിൽക്കൽ വെച്ചിരിക്കുന്ന കിണ്ടിയിലെ വെള്ളമെടുത്ത് ഈശോയുടെ കാലിൽ ഒഴിച്ചാൽ മതി, ബാക്കി കാല് ഈശോ തന്നെ കഴുകി കയറി വരുമായിരുന്നു. പക്ഷേ ഈശോ ശിഷ്യരുടെ അടുക്കൽ ചെയ്യുന്നതല്ല, ഒരടിമയുടെ പ്രവൃത്തിയാണ് അവൻ ചെയ്യുന്നത്. അവൻ ചെന്ന് കാല് കഴുകി തുടച്ച് അവിടെ ചുംബിച്ച് ശിഷ്യരോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുക. ഈശോ ഒഴിച്ചത് പച്ചവെള്ളമാണെങ്കിലും ശിഷ്യന്മാർക്ക് അത് ചൂടുവെള്ളം വീണ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പത്രോസ് അവരെ തടയുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും എന്ന് നമുക്കറിയാം. പക്ഷേ ഈശോ 12 പേരുടെയും കാലുകൾ കഴുകി തുടച്ച് ചുംബിച്ച ശേഷം വന്ന് മേലങ്കി എടുത്ത് ധരിച്ച് തൻ്റെ പീഠത്തിൽ ഉപവിഷ്ടനായി എന്നാണ്. സഭാപിതാവായ വിശുദ്ധ അഗസ്തീൻ ഇതിനെ വിശദീകരിക്കുന്നത് മനുഷ്യാവതാര രഹസ്യമായിട്ടാണ്. ഈശോ തൻ്റെ മേലങ്കി എടുത്ത് മാറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, സ്വർഗത്തിൻ്റെ മഹിമ പ്രതാപങ്ങൾക്ക് ഉടയവനായിരുന്ന ദൈവപുത്രൻ തൻ്റെ മഹത്വം എടുത്ത് മാറ്റിവെച്ച് എന്നിട്ട് അരയിൽ ഒരു തൂവാല ചുറ്റി, എന്ന് പറഞ്ഞാൽ ദാസനായി മനുഷ്യനായി അവതരിച്ച് വന്നു. വീണ്ടും അവിടുന്ന് കാല് കഴുകി. അത് ഈശോയുടെ പരസ്യ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. പരസ്യ ജീവിതത്തെ ഈശോ ശുശ്രൂഷയുടെ ജീവിതമായിട്ടാണ് നയിച്ചത് എന്നുള്ളതിനാൽ അവിടുന്ന് പരസ്യ ജീവിതത്തിലൂടെ കുരിശ് മരണത്തിലൂടെ ശിഷ്യരുടെ പാദം കഴുകി ചുംബിച്ച് ശുശ്രൂഷയുടെ ഏറ്റവും എളിയ പ്രവൃത്തി പൂർത്തിയാക്കി. എന്നിട്ട് അവിടുന്ന് വീണ്ടും തൻ്റെ മേലങ്കി ധരിക്കുന്നു. അത് അവിടുത്തെ ഉത്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ അവിടുന്ന് പീഠത്തിൽ ഉപവിഷ്ടനായത് പിതാവിൻ്റെ വലതുഭാഗത്തുള്ള നിത്യമായ സിംഹാസനാരോഹണത്തെയാണ് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് ഈ പെസഹ വ്യാഴാഴ്ച ഈശോ ചെയ്തത് കേവലം കാല് കഴുകുന്ന ഒരു പ്രവൃത്തി മാത്രമല്ല, ഈശോയുടെ മനുഷ്യാവതാര രഹസ്യം മുഴുവനായും അവിടെ അനാവരണം ചെയ്യുകയായിരുന്നു എന്നാണ് ഈ സഭാപിതാവ് പഠിപ്പിക്കുന്നത്. ഏതാണെങ്കിലും ഈ എളിമയുടെ പ്രവൃത്തി, അതായത് താൻ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുള്ളവനാണ്, അതിന് തൻ്റെ സ്ഥാനമോ വിദ്യാഭ്യാസ യോഗ്യതകളോ ഡിഗ്രികളോ താനിരിക്കുന്ന കസേരയുടെ വലിപ്പമോ ഒന്നും അപരൻ്റെ പാദങ്ങളോളം താഴുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയാണ് ഈശോ ഇവിടെ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരുപക്ഷെ ശിഷ്യർക്ക് എന്നതുപോലെ നമുക്കും ഒരിക്കലും മനസ്സിലാകാത്തതും
അനുകരിക്കാൻ അസാധ്യവുമായ പാഠമായി അനുഭവപ്പെടുന്നത് ഈശോയുടെ ഈ അപരൻ്റെ പാദങ്ങളോളം താഴുന്ന ശുശ്രൂഷയുടെ മനസ്സാണ്. ഗുരുവും കർത്താവുമെന്ന് നിങ്ങൾ എന്നെ വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദം കഴുകണം. ഈശോയുടെ ഈ ഒരു വലിയ കൽപ്പന, ആ ഒന്നാം കൽപ്പനയെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഗൗരവമായി എടുക്കാം. നമ്മുടെ സകല അഹന്തയുടെയും മേലങ്കികൾ ഊരിവെച്ച് അവരനെ ശുശ്രൂഷിക്കാനുള്ള തൂവാല അരയിൽ ചുറ്റാനുള്ള ആത്മാർത്ഥത നമുക്ക് നേടിയെടുക്കുമ്പോൾ ഈ ഒന്നാം കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാവുകയാണ്. രണ്ടാമത്തെ കൽപ്പന നമുക്കറിയാം, പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിക്കുകയാണ്. ഈശോ പരിശുദ്ധ കുർബാന പൂർത്തീകരിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ പരിശുദ്ധ കുർബാന ഈശോ തരുന്നത് നിത്യവും നമ്മളോടൊത്തായിരിക്കുക എന്നുള്ള അദമ്യമായ ആഗ്രഹത്തെ പ്രതിയാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്കറിയാം, ഈ ഭൂമിയെ ദൈവം വീണ്ടും ശിക്ഷിക്കാത്തത് എന്തുകൊണ്ട്? ഭൂമിയിൽ ഇത്രയേറെ തിന്മ പെരുകിയിട്ടും ലോകത്തെ ദൈവം ശിക്ഷിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ പരിശുദ്ധ കുർബാനയായി ഈശോമിശിഹായുടെ സാന്നിധ്യം ലോകമാസകലമുണ്ട് എന്നുള്ളതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി പുണ്യപ്പെട്ട ഭൂമിയാകുന്നത്, പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ഭൂമിയാകുന്നത്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ സങ്കടം ആവർത്തിക്കപ്പെടാതിരിക്കുന്നത്, അതായത് മനുഷ്യൻ്റെ തിന്മ പെരുകി മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദുഷ്ടത മാത്രമാണ് എന്നറിഞ്ഞു മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവമായ കർത്താവ് സങ്കടപ്പെട്ടു, അവിടുന്ന് ഭൂമിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി ഗ്രന്ഥകാരൻ്റെ കാലത്തെന്നതിനേക്കാൾ ഉപരിയായി തിന്മ ഈ ഭൂമിയിൽ പെരുകിയിട്ടും ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാതിരിക്കുന്നുവെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഈ ഭൂമിയുടെ ഓരോ മുക്കിലും മൂലയിലും പരിശുദ്ധ സക്രാരിയിൽ പരിശുദ്ധ കുർബാനയായി ദൈവപുത്രൻ ഇരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ഭൂമി മുഴുവനും ഒരു ദേവാലയമായി മാറി ഈ ഭൂമി മുഴുവനും ദൈവപുത്രൻ്റെ വാസഗേഹമായി തീർന്നു. അതിനാൽ പിതാവായ ദൈവത്തിന് ഈ ഭൂമിയെ സ്നേഹിക്കാതിരിക്കാനാവാത്ത വിധം ഈ ഭൂമി സ്വർഗത്തിന് പ്രിയപ്പെട്ട സ്ഥാനമായി മാറി എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന എന്ന ഈ ദിവ്യാത്ഭുതത്തെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ മാലാഖമാർക്കല്ലാതെ ഏതെങ്കിലും മനുഷ്യ വ്യക്തിക്ക് പരിശുദ്ധ കുർബാനയുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുമോ എന്നത് സംശയകരമാണ്. ഏതാണെങ്കിലും ഈ പരിശുദ്ധ കുർബാന, ഈ അടുത്ത കാലത്ത് ഒരു കുഞ്ഞ് എന്നോട് ചോദിക്കുകയുണ്ടായി, പരിശുദ്ധ കുർബാന ജീവൻ്റെ ഔഷധമാണ്, എന്നിട്ടും നിങ്ങൾ അച്ഛന്മാരും മെത്രാന്മാരും എന്തുകൊണ്ടാണ് പകർച്ചവ്യാധികൾ വന്നപ്പോൾ പരിശുദ്ധ കുർബാന കൊടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി, അത് സ്വീകരിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി, വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുന്നതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവന്നത്? മറിച്ച് മറ്റേതൊരു കാലത്തേക്കാളും കൂടുതൽ പരിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്യേണ്ട സമയമല്ലേ ഇത് എന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചത്. അത് എനിക്ക് തോന്നുന്നു അത് വളരെ അർത്ഥമുള്ള ഒരു ചോദ്യവും ഈ കാലഘട്ടത്തിൽ പ്രസക്തമായൊരു ചോദ്യമായതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ ദിവ്യമായ സ്മരണ നമ്മൾ കൊണ്ടാടുന്ന ഈ നിമിഷത്തിൽ അതിൻ്റെ ഉത്തരം കൂടി ഇവിടെ പറയാമെന്ന് ഞാൻ വിചാരിക്കും. കാരണം നമുക്കറിയാം, പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം അത് സഭയുടെ ശക്തിയാണ്. ലോകത്ത് പകർച്ചവ്യാധികൾ വന്നപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച ക്രിസ്ത്യാനികളാണ് ഇറങ്ങി സർവർക്കും ശുശ്രൂഷകൾ ചെയ്തത് എന്നത് സഭയുടെ ചരിത്രത്തിൽ നാം വായിക്കുന്നതാണ്. 2-ാം നൂറ്റാണ്ടിലുണ്ടായ
അന്റോണിയൻ പ്ലേഗിൽ 10,000 മരിച്ചു വീണപ്പോൾ ക്രിസ്ത്യാനികളാണ് പരിശുദ്ധ കുർബാനയെ സ്വീകരിച്ചതിൻ്റെ ശക്തിയിൽ ലോകത്തിറങ്ങിപ്പോയി അവരെ ശുശ്രൂഷിച്ചത്. വിശുദ്ധ സിപ്രിയാൻ്റെ രചനകളിൽ നമ്മൾ വായിക്കുന്ന വലിയൊരു മഹാമാരിയുണ്ട്. പ്ലേഗ് ബാധിച്ച 3-ാം നൂറ്റാണ്ടിലും ക്രൈസ്തവർ ഇപ്രകാരം വലിയ ശുശ്രൂഷകൾ ചെയ്യുന്നത്. 16-ാം നൂറ്റാണ്ടിൽ വലിയ മഹാമാരി യൂറോപ്പിനെ ബാധിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് നടന്ന് ആ മഹാമാരിയെ പ്രതിരോധിച്ചതിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഇതെല്ലാം വായിച്ചുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ എന്നോട് ഈ ചോദ്യം ഉന്നയിച്ചത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ജീവൻ്റെ ഔഷധവുമായി നാം കരുതുകയും വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ ആ വിശ്വാസം നാം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, നാം ജീവിക്കുന്നത് പരിശുദ്ധ കുർബാനയുടെ ഈ ദിവ്യമായ ശക്തിയിൽ വിശ്വാസമില്ലാത്ത ഇതര മനുഷ്യരുടെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്കകളെയും അവരുടെ സംശയങ്ങളെയും നാം ഗൗരവമായി പരിഗണിച്ചേ പറ്റൂ. നാം ക്രൈസ്തവർ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പള്ളിയിൽ തന്നെ കഴിയുന്നവരാണ് എങ്കിൽ ഒരു നിയന്ത്രണത്തിൻ്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന നമ്മൾ തുടർന്ന് ഇറങ്ങിച്ചെന്ന് ജീവിക്കുന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിലാണ്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം പങ്കുവയ്ക്കുന്ന ആശങ്കകളെ ഗൗരവമായി എടുക്കാൻ നാം ഓരോരുത്തരും നിർബന്ധിതരാണ്. അത് ഒരിക്കലും ഒരു തെറ്റായ പ്രവൃത്തിയോ വിശ്വാസമില്ലാത്ത പ്രവൃത്തിയുമായി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറിച്ച് ഈ പൊതുസമൂഹത്തിലെ പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാത്തവരുടെ ആശങ്കകൾ അവരുടെ ഇടയിൽ ജീവിക്കുന്ന നാം പങ്കുവയ്ക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സഭാ നേതൃത്വം ഇപ്രകാരം പൊതുസമൂഹത്തിൻ്റെ ആശങ്കകളെ കണക്കിലെടുത്തുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണമെന്ന് ഈശോ പറഞ്ഞില്ലേ? പലപ്പോഴും ഈ മഹാമാരികളെ പ്രതിരോധിക്കുമ്പോൾ ഈശോ പറഞ്ഞ സുവർണ നിയമമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക. മറ്റുള്ളവർ രോഗബാധ ഒരു വിധത്തിലും നമുക്ക് കൊണ്ടുവന്ന് തരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള രോഗസാഹചര്യങ്ങളുള്ളവർ നമ്മളുമായി സമ്പർക്കത്തിൽ വരരുത് എന്നും മറ്റെല്ലാ മനുഷ്യരും രോഗബാധയെ പ്രതിരോധിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ പറയുക, മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോടും പെരുമാറണം എന്ന് പറയുക. അതായത് മറ്റുള്ളവരുടെ ആശങ്കകളെ നമ്മൾ വിശ്വാസി സമൂഹവും ഗൗരവമായിട്ടെടുക്കണം. അതുപോലെ തന്നെ ഇതേക്കുറിച്ച് കൂടുതലായി അറിയുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങളെ അവ ദൈവസ്വരങ്ങളായി കരുതി ഇത്തരം സന്ദർഭങ്ങളിൽ അനുസരിക്കുന്ന പാരമ്പര്യമാണ് സഭയ്ക്കുള്ളത് എന്നതും കൂടി നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല എന്ന ചിന്തയോടെ സർവ്വനിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തി നടക്കുന്നവർ ആത്മഹത്യാപരമായ നീക്കമാണ് നടത്തുന്നത്. ആത്മഹത്യ ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് തെറ്റാണ് എന്നുള്ള സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ, മഹാമാരികളുടെ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുകയും ഈ പരിശുദ്ധ കുർബാന ഈ ഭൂമിയിലെ എല്ലാ കോണുകളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനാൽ സത്യമായും ഈ ലോകത്തെ ദൈവം കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയെ നമുക്ക് ആരാധിക്കാം. എപ്പോഴും നമ്മുടെ അധരങ്ങളിൽ ആ ദിവ്യകാരുണ്യ സ്തുതി ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അതോടൊപ്പം
ഈശോയുടെ അതിദാരുണമായ പീഡകളെ ഓർത്ത് പിതാവേ, ഞങ്ങളോടും ലോകം മുഴുവനിലുമുള്ള പകർച്ചവ്യാധികൾക്ക് അധീനരായ ജനതയുടെയും മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഈ പരിശുദ്ധ കുർബാനയുടെ വിചിന്തനം നമുക്കിടവരുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മൂന്നാമത്തെ കൽപ്പന ഈശോ നൽകുന്നത്, പ്രിയപ്പെട്ടവരെ, പരസ്പരം സ്നേഹിക്കാൻ. ഈശോയുടെ സ്നേഹത്തിന് അത്ഭുതകരമായൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈശോയുടെ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം. എല്ലാവരും സ്നേഹിക്കുന്നത് പോലെ ഒരു സ്നേഹമല്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ ഈശോ പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത് എന്ന് പ്രണയിക്കുന്ന യുവജനങ്ങൾ പറയാറുണ്ട്. ഈശോ സ്നേഹിച്ചതുപോലെ അവർ സ്നേഹിക്കുന്നെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഈശോയുടെ സ്നേഹം നമ്മൾ കരുതുന്നതിനേക്കാളൊക്കെ എത്രയോ ഉദാത്തവും ശ്രേഷ്ഠവുമാണ് എന്ന് തിരിച്ചറിയണം. തൻ്റെ ഹൃദയം കുത്തിപ്പിളർന്ന പടയാളിയുടെ കണ്ണുകളിലേക്ക് ഈശോ ജീവൻ്റെ ഔഷധമൊഴുക്കി അവൻ്റെ കണ്ണ് സുഖപ്പെടുത്തി. ലുങ്കീനോസ് എന്ന് പറയുന്ന ഒരു പടയാളിയുടെ കണ്ണ് ഈശോ സൗഖ്യം കൊടുത്തു എന്ന് സഭാപാരമ്പര്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഈശോയുടെ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹം, ഈശോയുടെ സ്നേഹം വിട്ടുവീഴ്ച ചെയ്യുന്ന സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിൻ്റെ കൽപ്പന കർത്താവ് നൽകിയ ഈ ദിനത്തിൽ നമുക്ക് ആലോചിക്കാം. നാം ക്ഷമിക്കാതെ വെറുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കുറേ ബന്ധങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അവരോട് സംസാരിക്കാൻ തന്നെ നമുക്ക് താല്പര്യമില്ല. അവരുടെ ഫോൺ കണ്ടാൽ എടുക്കാൻ നമുക്ക് മനസ്സില്ല. അവരെ ശല്യവും ബാധ്യതയുമായി ഒഴിവാക്കപ്പെടേണ്ട സാന്നിധ്യങ്ങളായി നമ്മൾ കരുതി വച്ചിരിക്കുന്ന കുറേ വ്യക്തികളൊക്കെയും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഓർക്കാം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒറ്റുകാരനെ സ്നേഹിത എന്ന് വിളിച്ച് സ്നേഹിക്കുന്ന ഈശോയുടെ സ്നേഹം, പ്രിയപ്പെട്ടവരെ, നമ്മെയും തേടി വരണം. ഉത്ഥാനം ചെയ്ത ഈശോ ചെയ്തത് എന്താണ്? ഈ വലിയ സ്നേഹമാണ്. തന്നെ ഉപേക്ഷിച്ച് സുരക്ഷിതത്വത്തിൻ്റെ താവളങ്ങളിലേക്ക് പിൻവാങ്ങിയ ശിഷ്യരെ അവരുടെ താവളങ്ങളിൽ ചെന്ന് കാണുന്ന കർത്താവിനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. തന്നെ ഒറ്റിക്കൊടുത്ത പത്രോസിന് വേണ്ടി പ്രാതലൊരുക്കി തിബേരിയാസിൻ്റെ തീരത്ത് ഈശോ കാത്തിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയുക, ആ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ആർക്ക് ഗ്രഹിക്കാൻ കഴിയും എന്ന് റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ ചോദിക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും എന്ന ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം അവൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും അളന്നവൻ ആരാണ് എന്ന ആ ഒരു ചോദ്യം ഈ ഒരു കൽപ്പനയോട് നാം ചേർത്ത് വായിക്കേണ്ട ചോദ്യമാണ്. പക്ഷേ അനുതാപത്തിൻ്റെ അരൂപിയില്ലാതെ പോയ രക്ഷകൻ കർത്താവാണ് എന്ന് തിരിച്ചറിയാതെ തന്നിൽ മാത്രം ആശ്രയിച്ച് എൻ്റെ രക്ഷകൻ ഞാൻ തന്നെയാണ് എന്ന് ചിന്തിച്ചതാണ് യൂദാസിനെ നഷ്ടമാകാൻ കാരണം. ഈശോ ഉത്ഥാനം ചെയ്ത ശേഷവും ഹൃദയം നുറുങ്ങി സങ്കടപ്പെട്ടത് യൂദാസിൻ്റെ നഷ്ടത്തെക്കുറിച്ച് മാത്രമായിരിക്കും എന്ന് നമുക്ക് ഹൃദയത്തിൽ ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയാൻ മനസ്സ് കാണിക്കാതെ നാം വ്യാപരിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും നമ്മുടെ കർത്താവിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. അവിടുത്തേക്ക് ദുഃഖം മനുഷ്യനെക്കുറിച്ച് ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. അവന് തെറ്റുപറ്റി എന്നുള്ളതിലല്ല, ആ തെറ്റിനെ ഓർത്ത് അഭിമാനിക്കുകയും ആ തെറ്റിൽ നിലനിൽക്കാൻ വേണ്ടി സർവാത്മന പരിശ്രമിക്കുകയും തെറ്റ് തിരുത്തണമെന്നാവശ്യപ്പെടുന്ന സകലരെയും പുച്ഛിക്കുകയും ചെയ്യുന്ന പുതിയ സംസ്കാരത്തെ ഓർത്ത് ഈശോ മിശിഹായ്ക്ക് വേദനയുണ്ട്. ദൈവം തെറ്റ് എന്ന് പറഞ്ഞതിനെയൊക്കെ ശരിയെന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നടക്കുകയാണ്. വിവാഹമോചനം തെറ്റാണെന്ന് ദൈവം പറഞ്ഞു, അതുമാത്രമാണ് ശരി എന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു.
അതുപോലെ തന്നെ സ്വവർഗ അനുരാഗങ്ങൾ തെറ്റാണ് എന്ന് ദൈവം പറഞ്ഞു. അതിനകത്ത് ഒരു തെറ്റുമില്ല എന്ന് സ്ഥാപിക്കാൻ നാം വ്യഗ്രതപ്പെടുന്നു. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗികത തെറ്റാണ് എന്ന് ദൈവം പറഞ്ഞെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല എന്ന് സ്ഥാപിക്കാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്കാരം നാം കൊണ്ടുവരുന്നു. പ്രതികാരം തെറ്റെന്ന് ദൈവം പറഞ്ഞെങ്കിൽ പ്രതികാരം ചെയ്യാത്തവൻ വിഡ്ഢി എന്ന് പുതിയ സംസ്കാരം നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണത്തെ അർത്ഥമില്ലാത്തതാക്കി തീർക്കുന്നത് സ്നേഹിക്കാൻ മനസ്സില്ലാത്ത ഹൃദയങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് ഈ മൂന്നാമത്തെ കൽപ്പനയുടെ ആഴമേറിയ അർത്ഥം ഗ്രഹിക്കാൻ നമുക്ക് ബോധപൂർവം പരിശ്രമിക്കാം. ഈ 3 കൽപ്പനകളിലൂടെ ദൈവമായ കർത്താവ് ഈ പീഡാനുഭവത്തിൻ്റെ മാത്രമല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ തന്നെ മുഴുവനും അർത്ഥമാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപരൻ്റെ പാദങ്ങളോളം താഴുന്ന എളിമയുടെ ശുശ്രൂഷ മനോഭാവം, പരിശുദ്ധ കുർബാനയെ ജീവൻ്റെ ഔഷധമായി കരുതി സ്നേഹിക്കാനും ആരാധിക്കാനുമുള്ള മനസ്സ്, വീണ്ടും ഈശോ സ്നേഹിച്ചതുപോലെ ക്ഷമയുടെ സ്നേഹം, വിട്ടുവീഴ്ചയുടെ, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം അനുവർത്തിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. പീഡാനുഭവ വാരത്തിൻ്റെ എല്ലാ പുണ്യങ്ങളും കൊണ്ട് ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, കുരിശിൽ മരിച്ച ഈശോ നമ്മുടെ രക്ഷകനും നാഥനുമാണ് എന്ന വിശ്വാസമേറ്റ് പറഞ്ഞുകൊണ്ട് നമുക്കായി ഉത്ഥാനം ചെയ്ത നമ്മുടെ കർത്താവ് ഈശോ മിശിഹ നമ്മുടെ വിശ്വാസത്തിൻ്റെ അഭിമാനമാണ്. അവനിലാണ് നമ്മുടെ പ്രത്യാശ എന്ന തിരിച്ചറിവോടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയ്ക്ക് സ്തുതി.
ആരാധന നിനക്കാരാധന എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ ആരാധന നിനക്കാരാധന. ഇതാ നിന്റെ ദൈവം നിന്റെ മുമ്പിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അറിയുന്ന നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, നിന്റെ ജീവിതത്തിലേക്ക് ധാരാളമായി കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയുന്നതിന് വേണ്ടി, നിന്റെ ഭാവിയെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി, ഇനി മുന്നോട്ടുള്ള നിന്റെ ജീവിതത്തിൻ്റെ പാതകൾ നേരെയാക്കുന്നതിന് വേണ്ടി നിന്റെ ദൈവം ഈ നിമിഷങ്ങളിൽ നിന്റെ മുമ്പിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നിനക്ക് അവിടുത്തോട് പറയാനുള്ളതെല്ലാം ഈ നിമിഷം നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ, അവൻ്റെ കാതുകളിൽ നിനക്ക് മന്ത്രിക്കാം. നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ അവൻ കരങ്ങൾ നീട്ടുന്നുണ്ട്. നിന്റെ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ നിന്റെ ദൈവം ഈ നിമിഷങ്ങളിൽ കൊതിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകൾ ചൊരിയുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉച്ചസ്വരത്തിൽ നമുക്കൊന്നു ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ അത്ര ഉച്ചസ്വരത്തിൽ, അത്ര തീഷ്ണതയോടെ ഈ നിമിഷങ്ങളിൽ നമുക്കൊന്നു ചേർന്ന് അവിടുത്തെ പാടി സ്തുതിക്കാം. സ്വർഗത്തിലെ സകല മാലാഖ വൃന്ദങ്ങളോടും ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നിന്റെ ജീവിതത്തിൽ ഈശോയുടെ ഇടപെടൽ ആവശ്യമുള്ള മേഖലകൾ ഏതൊക്കെയാണോ ആ മേഖലകളെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഉച്ചസ്വരത്തിൽ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ വലിയ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി ചുംബിച്ചുകൊണ്ട്, വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യവംശത്തോടുള്ള തൻ്റെ സ്നേഹം പ്രകടമാക്കിയ പുണ്യദിനം. ഈ പെസഹായുടെ സുദിനത്തിലായിരിക്കുമ്പോൾ, ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നമുക്ക് നോക്കിക്കൊണ്ടേയിരിക്കാം. ഒരു പെസഹാ ദിനത്തിൽ ഇസ്രായേൽ ജനം ഒന്നു ചേർന്ന് പെസഹ ആചരിച്ചപ്പോൾ തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് ഈജിപ്തിലെ ആദ്യജാതന്മാരെ സംഹരിച്ച് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിച്ച് ചെങ്കടൽ കടത്തി മോശയുടെ നേതൃത്വത്തിൽ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിച്ച പിതാവായ ദൈവം ഈ അൾത്താരയിൽ ഈ നിമിഷങ്ങളിൽ സന്നിഹിതനാണ്. തൻ്റെ ജീവൻ ബലിയായി നൽകിക്കൊണ്ട് ഒരു പെസഹാ കുഞ്ഞാടിനെ പോലെ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ബലി കഴിച്ച, കാൽവരിയുടെ വിരിമാറിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് നടന്നു നീങ്ങി ഒരു കുരിശിൽ തൻ്റെ ജീവൻ ബലി കഴിക്കാൻ തയ്യാറായ പുത്രനായ ദൈവം ഈ അൾത്താരയിൽ സന്നിഹിതനാണ്. പിതാവും പുത്രനും പൂർത്തിയാക്കുന്ന രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്നുകൊണ്ട് തൻ്റെ വരങ്ങളും ഫലങ്ങളും കൃപകളും ധാരാളമായി വർഷിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം ഈ അൾത്താരയിൽ സന്നിഹിതനാണ്. ഈ നിമിഷങ്ങളിൽ വലിയ സ്നേഹത്തോടെ, വലിയ വിശ്വാസത്തോടെ, വലിയ തീഷ്ണതയോടെ
ഈ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് പാടി ആരാധിക്കാം. പിതാവായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. പുത്രനായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കൃപകളും വരങ്ങളും ചൊരിഞ്ഞ് എന്നെ അനുദിനം നയിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. വലിയ ആഗ്രഹത്തോടെ, വലിയ സ്നേഹത്തോടെ നമുക്ക് ഈ ഗാനത്തിന്റെ ഈരടികൾ ഏറ്റുപാടി ത്രിയേക ദൈവത്തെ ആരാധിക്കാം. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ഈശോയെ, എൻ്റെ ജീവനും എൻ്റെ ജീവിതവും നീ എനിക്ക് നൽകിയ സർവവും ഈ നിമിഷങ്ങളിൽ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നീ തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിന്റെ ഈ വലിയ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. എനിക്കുള്ള എല്ലാ സമ്പാദ്യങ്ങളും നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കുന്നു. ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. യേശുവേ, എന്നും നിന്നേതു മാത്രം ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന. നമുക്കൊന്ന് ചേർന്ന് ഈ ഇരടികളേറ്റ് പാടാം. ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന. എൻ്റെ ഈശോയെ, എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിന്റെ സഹായം കൂടാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ എനിക്കാവില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈശോയെ, നിന്റെ ആത്മാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ. നിന്റെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് ആത്മാക്കളെ നേടാൻ വേണ്ട കൃപാവരം നീ എനിക്ക് നൽകണമേ. നിന്റെ ആത്മാവിൻ്റെ ചൈതന്യം
എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ നീ അനുവദിക്കരുതേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ ദിനത്തിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ മുട്ടുകൾ മടക്കുമ്പോൾ ഈ വിശുദ്ധ കുർബാനയുടെ അർത്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ധ്യാന വിഷയമായി നമുക്ക് കൊണ്ടുവരാം. അന്ത്യത്താഴവേളയിൽ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ മാതൃക കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ഈശോനാഥൻ അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. എളിമയുടെ മനോഭാവമുള്ളവർക്ക് മാത്രമേ ദിവ്യകാരുണ്യമാകാൻ സാധിക്കുകയുള്ളൂ. എളിമയുടെ മനോഭാവമുള്ളവർക്ക് മാത്രമേ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകൾ മടക്കി അവിടുത്തെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മനോഭാവത്തോടെ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്കായിരിക്കാം. ഈശോ കാണിച്ചു തന്ന എളിമയുടെ മാതൃകയെ പിഞ്ചെന്നുകൊണ്ട് എളിയ മനോഭാവത്തോടെ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പെസഹാ ദിനം ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയാകാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, അപ്പമാണ് ശരീരത്തിൽ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് അത് കാരണമായി തീരുന്നു. ഈ അപ്പത്തെയാണ് ഈശോ തൻ്റെ ശരീരമാക്കി മാറ്റുന്നത്. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഈശോയെ പോലെ മറ്റൊരു ദിവ്യ കാരുണ്യമാകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യവും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ, ഈ അപ്പത്തിൻ്റെ ദൗത്യം തന്നെയാണ്. മറ്റുള്ളവരെ വളർത്തുക, മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുക. ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഈ നിമിഷങ്ങളിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളർച്ചയ്ക്കാണോ തളർച്ചയ്ക്കാണോ കാരണമാകുന്നത് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. എൻ്റെ വാക്കും
എൻ്റെ പ്രവൃത്തിയും എൻ്റെ ജീവിത രീതികളും മറ്റുള്ളവരുടെ തളർച്ചയ്ക്കാണ് കാരണമാകുന്നതെങ്കിൽ നീ ഇനിയും ദിവ്യകാരുണ്യമാകാൻ ഒരുപാട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. നീ വിശുദ്ധ കുർബാനയിൽ നിന്ന് വളരെയേറെ ദൂരത്താണ്. എന്നാൽ നിന്റെ വാക്കും നിന്റെ പ്രവൃത്തികളും നിന്റെ ജീവിത രീതിയും മറ്റുള്ളവരെ വളർത്തുന്നതാണെങ്കിൽ, നിന്റെ കുടുംബാംഗങ്ങളെ, നിന്റെ സഹോദരങ്ങളെ, നിന്റെ സഹപ്രവർത്തകരെ, നിന്റെ അയൽക്കാരെ, നിന്റെ അധികാരികളെ വളർത്തുന്നതാണെങ്കിൽ നീ ദിവ്യകാരുണ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നീ മറ്റൊരു ദിവ്യകാരുണ്യമായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് ആത്മശോധന ചെയ്യാം. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ഇത് എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ രക്തമാണ്. ഈ വാക്കുകൾ നാം ആദ്യം കേൾക്കുന്നത് ഈശോയുടെ നാവിൽ നിന്നല്ല, മറിച്ച് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആദത്തിൻ്റെ നാവിൽ നിന്നാണ്. പിതാവായ ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചുകൊണ്ട് പറുദീസ അവരെ ഭരമേൽപ്പിച്ചപ്പോൾ, ആദ്യത്തെ കുടുംബം സ്ഥാപിച്ചപ്പോൾ, ആദത്തിന് തുണയായി ഹവ്വായെ നൽകിയപ്പോൾ ആദം പറയുകയാണ്: ഇത് എൻ്റെ മാംസത്തിൻ്റെ മാംസമാണ്, ഇത് എൻ്റെ ശരീരമാണ്. കുടുംബം സ്ഥാപിച്ചപ്പോഴും ദിവ്യകാരുണ്യം സ്ഥാപിച്ചപ്പോഴും ദൈവം ഉരുവിടുന്ന വാക്കുകൾ ഒന്നാണ്: ഇത് എൻ്റെ ശരീരമാണ്. പ്രിയമുള്ളവരെ, ഈ പെസഹാ ദിനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബാംഗങ്ങളും ഒന്നു ചേർന്ന് അപ്പം മുറിച്ച് പെസഹാ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഈ വചനങ്ങൾ കടന്നു വരട്ടെ: ഇത് എൻ്റെ ശരീരമാണ്. കുടുംബം സ്ഥാപിച്ചപ്പോൾ ഈശോ പറഞ്ഞതും വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഈശോ പറഞ്ഞതുമായ ഈ വാക്കുകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഒരു വിശുദ്ധ കുർബാനയായി ഏറ്റവും ആദ്യം നമ്മളെ അനുഭവിക്കാൻ സാധിക്കേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങൾക്കാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെ വളർത്തുന്ന ഒരു മനോഭാവം നമ്മൾ സ്വന്തമാക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ ജീവിതം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ആരംഭിക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്ത് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ നാമം അനുസ്മരിക്കുകയായിരുന്നു. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, ഈ നിമിഷങ്ങളിൽ ഈശോനാഥൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ കരം നീട്ടി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ പവിത്രമാക്കും. മുട്ടിന്മേലായിരുന്നു കൊണ്ട് ശിരസ് നമിച്ച് നമുക്കൊന്നു ചേർന്ന് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരേ, മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Thank you.